തിരഞ്ഞെടുപ്പ് ഏതുമാകട്ടെ ഒരു വോട്ട് പോലും വെറുതെ കളയാനാകില്ല. ഓർക്കുക, 2016 മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ തോറ്റത് വെറും 89 വോട്ടിനാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വി അബ്ദുറഹ്മാൻ താനൂരിൽ നിന്നും മത്സരിച്ച് മന്ത്രിയായത് വെറും 985 വോട്ടിന്. ആരുടെ വോട്ടാകട്ടെ വേണ്ടെന്ന് പറയാൻ അതിനാൽ ആർക്കും തന്നെ മടിയുണ്ട്. അതുകൊണ്ടാണല്ലോ കാലാകാലങ്ങളായി ആരെയും പിണക്കാതെ കേരളത്തിൽ രണ്ട് മുന്നണികളും മുന്നോട്ട് പോകുന്നത്. പറയുമ്പോൾ അവർ തീവ്രവാദികളാണ്, വർഗീയ പാർട്ടിയാണ്, ഫാസിസ്റ്റുകളാണ് എന്നൊക്കെ ഉച്ചത്തിലങ്ങ് പ്രഖ്യാപിക്കുമെങ്കിലും തെരഞ്ഞെടുപ്പിൽ വോട്ട് വേണ്ടെന്ന് പറയേണ്ട ഘട്ടം വരുമ്പോൾ മുട്ടിടിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി ഞാൻ പറയില്ല എന്നും പറഞ്ഞ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് വഴുതി മാറും. SDPIയുടെ വോട്ട് ആർക്ക് എന്നതാണല്ലോ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം കത്തിനിന്ന വിഷയം. നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വലിയ ഡിമാൻഡുള്ള പാർട്ടിയൊന്നുമല്ല SDPI. അവരെ വിദഗ്ധമായി ബ്രാൻഡ് ചെയ്യാനുള്ള സന്ദർഭം ഇലക്ഷൻ ടൈമിൽ മാത്രമാണ്. എന്നാൽ SDPIയെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാനുമാകില്ല. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 102 അംഗങ്ങളെ വിജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. കണ്ണൂർ കോർപ്പറേഷനിലും തലശ്ശേരി പൊന്നാനി മുനിസിപ്പാലിറ്റികളിലും 19ഓളം ഗ്രാമപഞ്ചായത്തുകളിലും അക്കൗണ്ട് തുറക്കാൻ SDPIക്ക് കഴിഞ്ഞു. ഇതൊരു ചെറിയ കാര്യമല്ല. 227 വാർഡുകളിൽ അവർ 2ാം സ്ഥാനത്തെത്തി. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 40 സീറ്റുകളിൽ മത്സരിച്ച SDPI 75,566 വോട്ട് നേടി. നേരത്തെ പറഞ്ഞല്ലോ, ഏത് തെരഞ്ഞെടുപ്പിലും ഒരു വോട്ട് പോലും നിർണായകമാണ് എന്നിരിക്കെ LDFും UDFും SDPI വോട്ട് വേണ്ട എന്ന് എങ്ങനെ പറയും? 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ SDPIയുടെ വോട്ട് വേണ്ടെന്ന് UDF പ്രഖ്യാപിച്ചു. എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് വേണ്ട എന്നോ വേണമെന്നോ പറഞ്ഞില്ല. ഒരു സംഘടന തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ തങ്ങൾ എന്ത് ചെയ്യും എന്ന നിലപാടാണ് അന്ന് UDF സ്വീകരിച്ചത്. അന്ന് SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ കോൺഗ്രസിനെ വെല്ലുവിളിച്ച CPM ഇന്ന് അതേ അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നതാണ് രാഷ്ട്രീയത്തിലെ വൈരുദ്ധ്യം. SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ CPMൽ ഒരാൾ പോലും തയ്യാറായില്ല. പകരം ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തു EP ജയരാജനും V ശിവൻകുട്ടിയും. വോട്ട് വേണ്ടെന്ന് ഉറച്ച സ്വരത്തിൽ പറയാൻ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി തയ്യാറായില്ല. മുഖ്യമന്ത്രിയാകട്ടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അനായാസമായ മെയ് വഴക്കത്തോടെ ഒഴിഞ്ഞു മാറുകയും ക്ഷോഭിക്കുകയും ചെയ്തു. മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയും ഈ നിലപാട് സ്വീകരിച്ചാൽ അത്ഭുതപ്പെടാനില്ല. എന്നാൽ CPM അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനിയുള്ള മണിക്കൂറുകളിൽ ആ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ തയ്യാറായാലും ആദ്യഘട്ടത്തിലെ ഈ കാലതാമസം എക്കാലവും ചോദ്യം ചെയ്യപ്പെടും. കാരണം അപ്പോഴൊക്കെ കാതിൽ മുഴങ്ങുന്നത് ഒരൊറ്റ നിലവിളിയാണ്, നാൻ പെറ്റ മകനെ എന്ന ഒരമ്മയുടെ നിലവിളി. നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടന പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ് SDPI എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. അവരുടെ വിദ്യാർത്ഥി സംഘടനയാണ് ക്യാമ്പസ് ഫ്രണ്ട്. ആ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ കൊലക്കത്തിക്കിരയായി എറണാകുളം മഹാരാജാസ് കോളേജിൽ പിടഞ്ഞു വീണു മരിച്ച SFI പ്രവർത്തകൻ അഭിമന്യുവിനെ ഓർക്കുന്നില്ലേ? തൊടുപുഴ ന്യൂമാൻ കോളേജിൽ പ്രൊഫസർ TJ ജോസഫിൻ്റെ കൈവെട്ടിയ കേസിലെ പ്രതി മനാഫ് അഭിമന്യു കൊലക്കേസിലും പ്രതിയാണ്. മാത്രമല്ല, SDPIയുടെ സഹായത്തോടെയായിരുന്നു ആ കൊലപാതകമെന്നാണ് പോലീസ് റിപ്പോർട്ട്. അഭിമന്യുവിനെ ഓർത്താൽ കേരളത്തിൽ ഏത് സഖാവും ഒരൊറ്റ സെക്കൻഡിൽ പറയും SDPIയുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന്. എന്നാൽ പാർട്ടി ജനറൽ സെക്രട്ടറി പോലും ആ ആർച്ചവം കാണിച്ചില്ല. എങ്ങനെ കാണിക്കും? അഭിമന്യുവിൻ്റെ ചോരയല്ല, തുടർഭരണമാണ് പ്രധാനം. പക്ഷേ അപ്പോഴും കാതുകളിൽ ഒരമ്മയുടെ നിലവിളി അലയടിക്കും, നാൻ പെറ്റ മകനെ കിളിയെ.